Okay. Good afternoon, everyone. Good afternoon, Joel. Good afternoon, ma'am. Okay, yeah. സ്ട്രെങ്ത് വളരെയധികം കൂടുതലാണല്ലോ ക്ലാസ്സില്. ഓക്കെ, സോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? How was your Vishu celebrations? പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, വിഷു ആഘോഷിച്ചത് ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ഒരുപാട് പേരൊന്നുമില്ല, ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താലും അതിന് എനിക്ക് അറിയുള്ളൂ എന്താണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Am I audible? Yes, audible ആണ്. Okay, thank you for the response. Okay, yeah. അപ്പോ ക്ലാസ്സിലേക്ക് പോയാലോ? നിങ്ങളോട് ഇതിനെന്തെങ്കിലും സംസാരിക്കാൻ വന്നാല് നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ അധികം ഇല്ലാത്തത്. ഓക്കെ, പിന്നെന്താ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലോ എവിടെ വരെയാണ് നോട്ട് എഴുതിയത്? അതെങ്കിലും ആരെങ്കിലും പറയോ? Daily sentences. Daily sentences. ഡെയിലി സെന്റൻസ് എവിടെ വരെ എഴുതി? Improve yourself വരെ. Improve. sentences കഴിഞ്ഞു. Yeah, daily sentence കഴിഞ്ഞു. പിന്നെന്താ അടുത്തേ? ക്വസ്റ്റ്യൻസ് വന്നോ? ക്വസ്റ്റ്യൻസ് ഏതായിരുന്നു? ക്വസ്റ്റ്യൻ പാട് ഏതായിരുന്നു? No, ma'am. ഏതായിരുന്നു ക്വസ്റ്റ്യൻ പാട്? ഏതായിരുന്നു? അത് പറഞ്ഞിട്ടില്ല മാം. ഇപ്പൊ ഡെയിലി സെന്റൻസ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ഇന്ന് സ്റ്റാർട്ട് ഇല്ല ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട് നമുക്കല്ലേ, WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അതായത് ഡബ്ല്യൂയിലും എച്ചിലും സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കുറച്ച് എന്തെങ്കിലും ഡേ ടു ലൈഫിൽ നമ്മൾ മിക്കപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഓക്കെ, നിങ്ങൾ അഥവാ ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ മാറ്റാം. സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ചോദിക്കേണ്ടത്, എന്താണോ പറയേണ്ടത് എന്നുള്ള ആ ഞാൻ ഉദ്ദേശിക്കുന്ന മാറ്റർ ആയിരിക്കില്ല അവർ. അപ്പൊ ആ സ്ഥലത്ത് ആ മാറ്റർ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സെന്റൻസ് റെഡി ആക്കിയിട്ടുള്ളത്, മനസ്സിലായോ? അപ്പൊ അത് വെച്ചിട്ട് WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസ് ആണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് ആണ്. ഓക്കെ, അപ്പൊ ഹെഡിങ് എഴുതാം ക്വസ്റ്റ്യൻ വിത്ത് വാട്ട് എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ വിത്ത് വാട്ട് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മുടെ ഡേ ടു ലൈഫിലും നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതാട്ടോ. Okay, the first question, what brings you here? What brings you here? Meaning of the ശേഷം. Okay, what brings you here?
What would you like to see? What would you like to see? What are you driving at? What are you driving at? What's it about? What is it about? What you think of it? What you think of it? What places have you seen so far? What places have you seen so far? What did you see? What did you see? What have you done? What have you done? What caused the accident? What caused the accident? What sort of film is it? What sort of film is it? What's your destination? What's your destination? What else? What else? Then we commonly use the subject, G, what's up? Okay, what's up? What exactly disturbs you? What exactly disturbs you? What games do you play? What games do you play? What's it called? What is it called? What's it called? And have you finally decided to become? And have you finally decided to become? What do you say? What do you say? What do you call it? What do you call it? What do you call it? What do you have for breakfast? What do you have for breakfast?
What are you going to do with this money? What are you going to do with this money? What about what's the weather like outside? What's the weather like outside? On what day is the meeting? On what day is the meeting? On what day or which day? You can use anything. Okay. Okay. Is it finished? Yes. Okay. Then while you're finished, what brings you here? നിങ്ങൾ ഇവിടെ എത്താനുള്ള പ്രേരണ എന്താണ്? What you brings here? നിങ്ങൾ ഇവിടെ എത്താനുള്ള പ്രേരണ എന്താണ്? What brings you here? നിങ്ങൾ ഇവിടെ എത്താനുള്ള പ്രേരണ എന്താണ്? Okay. What would you like to see? എന്താണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? What would you like to see? എന്താണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? What would you like to see? What are you driving at? What are you driving at? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? What are you driving at? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? What is it about? ഇത് എന്തിനെ കുറിച്ചാണ്? What is it about? What's it about? ഇത് എന്തിനെ കുറിച്ചാണ്? What is about? ഇത് എന്തിനെ കുറിച്ചാണ്? What do you think of it? ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? What do you think of it? ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? What places have you seen so far? ഇതുവരെ നിങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതുവരെ നിങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതുവരെ നിങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്? What did you see? നിങ്ങൾ എന്താണ് കണ്ടത്? What did you see? നിങ്ങൾ എന്താണ് കണ്ടത്? നിങ്ങൾ എന്താണ് കണ്ടത്? What did you see?
What have you done? What have you done? നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? What have you done? നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? What caused the accident? What caused the accident? അപകടത്തിന്റെ കാരണം എന്തായിരുന്നു? അപകടത്തിന്റെ കാരണം എന്തായിരുന്നു? What caused the accident? അപകടത്തിന്റെ കാരണം എന്തായിരുന്നു? Then what sort of film is it? What sort of film is it? ഇത് ഏത് തരത്തിലുള്ള സിനിമയാണ്? What sort of film is it? ഇത് ഏത് തരത്തിലുള്ള സിനിമയാണ്? What's your destination? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? What's your destination? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? What else? മറ്റെന്ത്? What else? മറ്റെന്ത്? Then what's up? What's up പറയാനാ? എന്തെങ്കിലും വിശേഷം? How are you? സുഖിക്കുന്ന പോലെ കുറച്ച് ട്രെൻഡിങ് ആണ് what's up. അല്ലേ? Then what exactly disturbs you? ശരിക്കും നിങ്ങളെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്? What exactly disturbs you? നിങ്ങൾ എന്താണ് ശരിക്കും നിങ്ങളെ എന്താണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. What exactly disturbs you? അല്ലെങ്കിൽ what exactly troubles you എന്ന് ചോദിക്കാം. Then what games do you play? നിങ്ങൾ എന്ത് ഗെയിം ആണ് കളിക്കുന്നത്? What games do you play? നിങ്ങൾ എന്ത് ഗെയിം ആണ് കളിക്കുന്നത്? What's it for? What is for? ഇത് എന്തിനു വേണ്ടിയാണ്? What's for? ഇത് എന്തിനു വേണ്ടിയാണ്? What's it for? What have you finally decided to become? അവസാനം നിങ്ങൾ എന്താകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? അവസാനം നിങ്ങൾ എന്താകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? What have you finally decided to become? What have you finally decided to become? What do you say? നിങ്ങൾ എന്താണ് പറഞ്ഞത്? What do you say? നിങ്ങൾ എന്താണ് പറഞ്ഞത്? Next, what do you call it? What do you call it? നിങ്ങൾ ഇതിനെ എന്താണ് വിളിക്കുന്നത്? നിങ്ങൾ ഇതിനെ എന്താണ് വിളിക്കുന്നത്? What do you call it? നിങ്ങൾ ഇതിനെ എന്താ വിളിക്കുന്നത്? What do you call it? What do you call it? What do you have for breakfast?
What you have for breakfast? Breakfast നിങ്ങൾ എന്താണ് കഴിച്ചത്? What you have for breakfast? Breakfast നിങ്ങൾ എന്താണ് കഴിച്ചത്? What you have for breakfast? What you have for breakfast? നിങ്ങൾ breakfast എന്താണ് കഴിച്ചത്? Then what are you going to do with this money? ഈ പൈസ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ പൈസ കൊണ്ട് അല്ലെങ്കിൽ കാശ് കൊണ്ട് അല്ലെങ്കിൽ പണം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? What are you going to do with this money? What's the weather like outside? പുറത്തെ കാലാവസ്ഥ എന്താണ്? What's the weather like outside? പുറത്തെ കാലാവസ്ഥ എന്താണ്? What's the climate outside in children? What's the climate outside? What's the weather like outside? ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം. പുറത്തെ ക്ലൈമറ്റ്, പുറത്തെ കാലാവസ്ഥ എന്താണ് എന്നാണ് മീൻ. Then on what day is the meeting? On what date is the meeting? ഏത് ദിവസമാണ് മീറ്റിംഗ്? On which day is the meeting എന്ന് ചോദിക്കാം. വിച്ചു ചോദിക്കാൻ വളരെ ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് ദിവസമാണ് മീറ്റിംഗ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മീറ്റിംഗ് എഴുതി കഴിഞ്ഞു. ഇനി ഒന്ന് വായിക്കാം കേട്ടോ. എല്ലാവരും വായിക്കണേ. അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ വായിക്കാം, വെറുതെ വായിച്ചു പോകരുത്. ഓക്കെ, ബട്ട് യു സീ എന്താണ് പറഞ്ഞത്? ബട്ട് യു സീ നമ്മൾ മലയാളം ചോദിക്കുമ്പോഴാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണെങ്കിൽ ഒരു മോഡുലേഷൻ വരുന്നില്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ ആ ഒരു മോഡുലേഷൻ വെച്ചിട്ട് ചോദിക്കാൻ നോക്കാം. What's the weather like outside? What's the weather like outside? On what day is the meeting? On what day is the meeting? Okay. What are you going to do with this money? Okay, but have you find it said to become? What do you call it? What do you call it? What do you have for breakfast? What do you have for the breakfast? Okay. Then what games do you play? What games do you play? What exactly disturbs you? What exactly disturbs you? What's up? What else? What is it for? What's your destination? What caused the accident? What sort of film is it? What have you done? What risks have you seen so far? What do you see? What is it about? What do you think of it? What are you driving at? What would you like to see? What brings you here? ചോദിക്കുന്ന പോലെ ഓരോ സെന്റൻസും വായിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? So who's going to read first? Next അല്ല വരയ്ക്കാം. Next അല്ല, first അല്ല വരയ്ക്കാം. Anyone? Asiya, can you read it? Yes. What brings you here? What would you like to see? What are you driving it? What is it about? What do you think of it? What place have you seen so far? What did you see? What have you done? What caused the accident? What sort of film is it? What is your destination? What else? What's up? What exactly disturbs you? What games do you play? What is it for? What have you finally decided to become? What did you say? What do you call it? What did you have for breakfast? What are you going to do with this money? What is the weather like outside? On what day is the meeting? Okay, Asiya. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചേ. What brings you here? What would you like to see? What are you doing? What is it about? What do you think? What have you seen so far? What did you see? What have you done? What caused the accident? What sort of film is it? What is your destination? What's up? What exactly disturbs you?
What games do you play? What is it for? What have you finally decided to become? What did you see? What did you call it? What did you have for breakfast? What are you going to do with this money? What is the weather like outside? On what day is the meeting? Okay, Asiya. Clear. Yeah, Ramshina, first sentence ഞാൻ അയച്ചിട്ടുണ്ടേ നോക്കി എഴുതാട്ടോ. ഇനി ആരാ വായിക്കാ? നിങ്ങള് വായിക്കും തോറും വായിച്ചാലും നിങ്ങൾ കുറച്ചെങ്കിലും അത് കറക്റ്റ് പ്രൊണൗൺസിയേഷനും ആ ഒരു വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ 1-2 പ്രാവശ്യം വായിച്ചാലും ഇനി 3 പ്രാവശ്യം വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ റെഡിയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ വായിക്കാം? വായിക്കും. ഇപ്പൊ ഞാൻ തരുന്ന നോട്ട്സ് വെറുതെ എഴുതിക്കൊണ്ട് പോയത് കൊണ്ട് കാര്യമില്ല. അത് നിങ്ങളുടെ ബുക്കിൽ സൂക്ഷിച്ചു വെക്കാനല്ല ഞാൻ ഈ നോട്ട്സ് തരുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് കണ്ടിന്യൂസ്ലി സംസാരിക്കാൻ പറ്റുള്ളൂ. ഓരോ വേർഡ് യൂസ് ചെയ്യുമ്പോഴും ആ വേർഡ് നമ്മുടെ ഉള്ളിലുണ്ട്, മനസ്സിലായോ? പിന്നീട് ഒരിക്കലും അത് യൂസ് ചെയ്ത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് വരും. അങ്ങനെയാണ് എല്ലാവരും ഇത് എന്താണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേശ്ശെ സംസാരിക്കും, പിന്നെ ഫ്ലുവൻ്റ് ആകും. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അത് ആ ടൈമില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് വരണം. അല്ലെ, അതിനെ വരണമെങ്കിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ യൂസ് ആവണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഒരു സെന്റൻസ് നമ്മൾ വായിൽ വരും. എനിക്ക് വരില്ല, മനസ്സിലായോ? അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെറുതെ നോട്ട് കൊണ്ടുപോയി വീട്ടിൽ വെച്ചത് കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കാം. സ്വയം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് അത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം, ഇംപ്രൈസ് ചെയ്യാൻ നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റൂ. ഓക്കെ, എനിക്കിതെല്ലാം അറിയാം, ശരിക്കും വായിക്കാൻ അറിയാം, കേട്ടാൽ മനസ്സിലാവും, പറയാൻ അറിയാം എന്നൊക്കെ പറയും. പക്ഷെ ആ ടൈമിൽ നിന്നൊക്കെ വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യൂ, പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ എന്ത് പറയുന്നത്. വായിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. അത് വായിക്കാൻ പോലും കുറെ പേർക്കൊക്കെ മടിയില്ല. ഓക്കെ, എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ കുട്ടികൾ വായിക്കാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക എല്ലാവരും. നിങ്ങൾ വായിക്കും തോറും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയവും ക്ലാസ് കോഴ്സ് അവസാനിക്കുന്ന ടൈം നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രം മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തൊക്കെ വ്യത്യാസങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് എനിക്ക് എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി അഥവാ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അതിന്റെ കുറിച്ചല്ല. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഞാനാ പറയാം, വായിക്കൂ, ആരെങ്കിലും വായിക്കൂ. വായിക്കും. What drinks you have? What would you like to see? What are you driving at? What is it about? What do you think about of it? What places have you seen so far? What did you see? What have you done? What caused the accident? What sort of film is it? What's your destination? What's else? What's up? What exactly disturbs you? What game do you play? What is it for? What you have finally decided to become? What did you say? What do you call it? What did you going to do with this money? What is the weather like outside? What did you have for breakfast? On what day is the meeting? Huh? Yes. ഒരു പ്രാവശ്യം കൂടെ വായിക്കണമെന്നുണ്ടോ? മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? Who's next to read? Hello. Yeah, okay. സുഹാന എന്നാണ് പേര്. Ade. What brings you here? What would you like to see? What are you driving at? What's it about? What do you think of it? What places have you seen so far? What do you say? What did you see? What have you done? What caused the accident?
What sort of film is it? What's the destination? What else? WhatsApp. What exactly disturbs you? What games do you play? What's it for? What have you finally decided to become? What did you say? What do you call it? What do you have for breakfast? What are you going to do with this money? What's the weather like outside? On what day is the meeting? Yeah. Okay. Then Shoma, Michael. What brings you here? What would you like to see? What are you driving at? What is it about? What do you think of it? What place have you seen so far? What did you see? What have you done? What caused the accident? What sort of film is it? What's your destination? What else? What's up? What exactly disturbs you? What games do you play? What is it for? Or have you finally decided to become? What did you say? What do you call it? What did you have for breakfast? What are you going to do with this money? What's the weather like outside? On what day is the meeting? Yes. Then Marina. What brings you here? What would you like to see? What are you driving at? What's about? What do you think of it? What places have you seen so far? What did you see? What have you done? What caused the accident? What sort of film is it? What's your destination? What else? What's up? What exactly disturbs you? What game do you play? What what is it for? What have you finally decided to become? What did you say? What did you call it? What did you have for breakfast? What are you going to do with this money? What's the weather like outside? On what day is the meeting? Yeah. Okay, Marina. Then Shahanaz. Yes, ma'am. What brings you here? What would you like to see? What are you driving at? What is it about? What do you think of it? What places have you seen so far? What did you see? What have you done? What caused the accident? What sort of film is it? What's your destination? What else? What's that? What exactly disturbs you? What games do you play? What's it for? What have you finally decided to become? What did you say? What do you call it? What did you have for breakfast? What are you going to do with this money? What's the weather like outside? On what day is the meeting? Yeah. Okay, Shabna. നമ്മൾ ഇപ്പൊ തരുന്ന എല്ലാ സെന്റൻസും ഇപ്പൊ ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. ഇപ്പൊ വാട്ട്സ് ദ വെദർ ലൈക്ക് ഔട്ട്സൈഡ് നമുക്ക് വേണമെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണോ അനുസരിച്ചത് അപ്പൊ ചോദിക്കാം. മനസ്സിലായോ? അതേപോലെ നമുക്ക് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെന്റൻസ് വേർഡ് മാറ്റാൻ പറ്റും. വെർബിനെ മാറ്റാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞുതരാവേ. അങ്ങനെ ആ രീതിയിൽ വേണം നമ്മൾ ഇതൊക്കെ മാറ്റി അറ്റ് എ ടൈം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ആഡ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, പാറ്റേൺ സെയിം തന്നെ, പക്ഷേ നമ്മൾ നേരത്തെ വേണ്ടത് ചിലപ്പോൾ ഇവിടെ യൂസ് ചെയ്ത് വെർബായിരിക്കും. അപ്പൊ ആ വെർബിന് പകരം നിങ്ങൾ എന്താണ് ആ ടൈമിൽ ആവശ്യം ആ വെർബിനെ ആഡ് ചെയ്താലും സെൻസിൽ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ? ക്വസ്റ്റ്യൻ വിത്ത് വെൻ. നമ്മൾ വാട്ടാണ് എഴുതിയത്, ഈ നെക്സ്റ്റ് വെൻ ആണ്. ക്വസ്റ്റ്യൻ വിത്ത് വെൻ. എന്നിട്ട് ഫസ്റ്റ് വൺ ഏതാ? വെൻ ഈസ് യുവർ ബ്രദർ കമ്മിങ് ബാക്ക്. വെൻ ഈസ് യുവർ ബ്രദർ കമ്മിങ് ബാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബ്രദർ ആയിരിക്കില്ല, സിസ്റ്റർ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബ്രദർ മാറ്റി സിസ്റ്റർ ആക്കാം. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്തിയാൽ നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് ആയിട്ട് വിത്തൗട്ട് എനി ഫിയർ നിങ്ങൾക്ക് സംസാരിക്കാനും ചോദിക്കാനും പറ്റും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മോഡലായിരിക്കും വേർഡ് മാറ്റാം എന്ന് മാത്രം. അങ്ങനെ കുറെ ഇപ്പൊ തരുന്ന എല്ലാ സെൻസിലും അങ്ങനെ ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇനി അഥവാ ബ്രദർ തന്നെ തിരിച്ച് അങ്ങനെ വരണമെന്നൊന്നുമില്ല. ബ്രദർ വരട്ടെ, സിസ്റ്റർ വരുന്നേ നോക്കാണ്. ബ്രദർ ആണെങ്കിലും ബ്രദർ ആണല്ലോ വന്നത്, സിസ്റ്റർ ആണോ വന്നത്, ബ്രദറിന്റെ ആണല്ലോ ഞാൻ പഠിച്ചത്, അവർക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചേഞ്ച് വ്യക്തിയത് നിങ്ങൾ സംസാരിക്കാൻ ചോദിക്കാം എന്നതാണ് ഇത് സെന്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യും. ഓക്കെ, when is your brother coming back? When are you flying abroad today? When are you flying abroad? When are you flying abroad? Okay, ഞാൻ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടേ. When is your brother coming back? When are you flying abroad? When do you want to wake up? Okay, അപ്പൊ ഇതുവരെ ഇത് ക്വസ്റ്റ്യൻ വിത്ത് വാട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് when. When ആണ്, when means എപ്പോൾ. അപ്പൊ ഫസ്റ്റ് തുടങ്ങി ചെയ്താ when is your brother coming back? When are you flying abroad? When do you want to wake up? ഈ മൂന്ന് എഴുതുക കേട്ടോ. When did the trouble start? When did the trouble start? When is the next bus to Chivia? When is the next bus to Chivia? When did it happen? When did it happen? When do you expect him here? When do you expect him here? When will you pay it back? When do you have the breakfast? When do you have the breakfast? When do you go to school? When do you go to school? When does she go to the office? When do they eat lunch? When do they eat lunch? When do you go to bed? Bed ആണ് ഈ എക്സ്ട്രാ അവിടെ വന്നിട്ടുണ്ട്. When do you go to bed? When are you going to publish it? When are you going to publish it? When is it?
When do we have to arrange it? When shall we see you again? When shall we see you again? When can you let us it back? When can you let us it back? When can you do it for me? When can you do it for me? When did you hear about it? When can you come? Since when has he been missing? Since when has he been missing? Okay, finished. Okay. Then back the meaning. What's your brother coming back? നിന്റെ സഹോദരൻ എന്നാണ് തിരിച്ചു വരുന്നത്. നിന്റെ സഹോദരൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? നിന്റെ ബ്രദർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? നിന്റെ ബ്രദർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? When are you flying abroad? നീ എപ്പോഴാണ് അബ്രോഡിലേക്ക് പോകുന്നത്? നീ എപ്പോഴാണ് വിദേശത്ത് പോകുന്നത്? നീ എപ്പോഴാണ് വിദേശത്തേക്ക് പോകുന്നത്? When are you flying abroad? നീ എപ്പോഴാണ് വിദേശത്തേക്ക് പോകുന്നത്? When do you want to get up? നീ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? എഴുന്നേൽക്കുന്നതല്ല, എഴുന്നേൽക്കേണ്ടത്. When do you want to get up? നീ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? When do you want to wake up? Or get up? When do you want to get up? നീ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? When did the trouble start? എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്? When did the trouble start? എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്? When is the next bus to Tilia? തിരുവനന്തപുരത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ്? ട്രിവാൻഡ്രത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ്? When is the next bus to Trivandrum? When did it happen? When did it happen? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? When did it happen? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? Then when do you expect him here? അവനെ നീ എപ്പോഴാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? അവനെ നീ എപ്പോഴാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? When will you pay it back? When will you pay it back? നീ എപ്പോഴാണ് നിനക്ക് തിരിച്ചു നൽകുക?
നീ എപ്പോഴാണ് അത് എനിക്ക് തിരിച്ചു നൽകുക? when do you pay it back? നീ എപ്പോഴാണ് എനിക്ക് അത് തിരിച്ചു തരുന്നത്? when do you have the breakfast? നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? when do you have the breakfast? നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? when do you have the breakfast? നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? when do you go to school? നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? when do you go to school? നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? when does she go to this office? when does she go to the office? അവൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? അവൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? അവൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? when does she go to the office? അവൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? when do they eat lunch? when do they eat lunch? when do they eat lunch? അവർ എപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്? അവർ എപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്? അവർ ലഞ്ച് കഴിക്കുന്നത് എപ്പോഴാണ്? ഇങ്ങനെ ചോദിക്കാം. when do you go to bed? when do you go to bed? നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? when do you go to bed? നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? when are you going to publish it? നിങ്ങൾ എപ്പോഴാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? when are you going to publish it? നിങ്ങൾ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ്, when is it? ഇത് എപ്പോഴാണ്? when is it? ഇത് എപ്പോഴാണ്? when is it? ഇത് എപ്പോഴാണ്? when do we have to arrange it? നമ്മൾ എപ്പോഴാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്? നമ്മൾ ഇത് എപ്പോഴാണ് അറേഞ്ച് ചെയ്യേണ്ടത്? നമ്മൾ ഇത് എപ്പോഴാണ് അറേഞ്ച് ചെയ്യേണ്ടത്? when shall we see you again? when shall we see you again? ഇനി എപ്പോഴാണ്? when shall we see you again? ഇനി എപ്പോഴാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്? ഇനി എപ്പോഴാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്? when shall we see you again? ഇനി എപ്പോഴാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്? next, when can you let us sit back? when can you let us sit back? എപ്പോഴാണ് നീ അത് തിരിച്ചു തരുന്നത്? എപ്പോഴാണ് നീ അത് തിരിച്ചു തരുന്നത്? when can you let us sit back? എപ്പോഴാണ് നീ ഇത് തിരിച്ചു തരുന്നത്? when can you do it for me? when can you do it for me? ഇതെനിക്ക് വേണ്ടി നിനക്ക് എപ്പോഴാണ് ചെയ്തു തരാൻ പറ്റുന്നത്? ഇത് എനിക്ക് വേണ്ടി നിനക്ക് എപ്പോഴാണ് ചെയ്തു തരാൻ പറ്റുന്നത്? ചെയ്യാൻ പറ്റുന്നത്? ഇതെനിക്ക് വേണ്ടി നിനക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? when can you do it for me? ഇതെനിക്ക് വേണ്ടി നിനക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? നിനക്ക് എപ്പോഴാണ് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? then when did you hear about it? നീ എപ്പോഴാണ് ഇതിനെ കുറിച്ച് കേട്ടത്? when did you hear about it? നീ എപ്പോഴാണ് ഇതിനെ കുറിച്ച് കേട്ടത്?
ഇനി നെക്സ്റ്റ് when can you come? നിനക്ക് എപ്പോഴാണ് വരാൻ കഴിയുക? Can you come? നിനക്ക് എപ്പോഴാണ് വരാൻ കഴിയുക? When can you come? നിനക്ക് എപ്പോഴാണ് വരാൻ കഴിയുക? The last one, since when has he been missing? എപ്പോൾ മുതലാണ് അവരെ കാണാതായത്? Since when has he been missing? എപ്പോൾ മുതലാണ് അവരെ കാണാതായത്? Okay, is it clear? Okay, do you will say anything? All clear? Clear. Okay, so that's all. Next class il varumbo practice cheyyam, ellavarum practice cheyyam. ഇത് നോട്ട്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, കുറച്ച് നോട്ട്സ് എഴുതിയ ശേഷം കുറച്ചുകൂടെ നമുക്ക് മൊഡൽ കോപ്പ് ഒന്നും നമ്മൾ നോക്കിയിട്ടേ ഇല്ല. ക്യാൻ തൊട്ട് ഷാൽസ് ഇതൊന്നും നോക്കിയിട്ടേ ഇല്ല. ഇതെല്ലാം ഇനി പോകുന്ന ക്ലാസ്സിൽ എടുക്കേണ്ടതാണ്. സോ ദാറ്റ്സ് ഓൾ. പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ലെറ്റ്സ് ഫൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ, thank you all. See you on the next class. Okay, bye.